അതെ, ധർമ്മം ജയിക്കുമെന്നുള്ള ഭാരതീയ ന്യായം തന്നെയാണ് ഈ കേസിനകത്തും ബാധകമാകുന്നത്. കാരണം പത്മരാജൻ മാഷിന്റെ കൂട്ട് ഒരു ദേശീയതയിൽ വിശ്വസിക്കുന്ന, ഭാരതത്തിനും ഹിന്ദു സനാതന ധർമ്മത്തിനു വേണ്ടിയും ഒക്കെ തന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനെ വളരെ നിന്ദ്യവും നീചവുമായ രീതിയിലാണ് ഈ പോക്സോ കേസിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജിഹാദി ശക്തികളും അന്ന് കേരളം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് പെൻഷൻ പറ്റി ഉടൻ തന്നെ അദ്ദേഹം, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം, അദ്ദേഹം കണ്ണൂർ കോർപ്പറേഷനിലേക്ക് കൌൺസിലറായി പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പെൻഷൻ പറ്റി ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതിക്ക്, ഈ പത്മരാജൻ മാഷിന് ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന്, ഏത് മാർഗത്തിലും ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ജിഹാദി ശക്തികളുടെയും CPM-ന്റെ സഹായത്തോടുകൂടി മുനിസിപ്പൽ കൌൺസിലറായി മാറി. അതിൽ നിന്ന് തന്നെ ഇതൊരു കള്ളക്കേസാണെന്ന് വളരെ വ്യക്തമാണ്. ആ പെൺകുട്ടിയെ ആ കൌൺസിലിംഗ് നടത്തിയ മാനസിക രോഗ വിദഗ്ധർ, അല്ലെ മാനസിക ആരോഗ്യ വിദഗ്ധരായിട്ടുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഈ കുട്ടിക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഒരു സ്ഥിരതയില്ല ഒരു കാര്യത്തിലും പറയുന്നത്. അതെന്താ വരുന്നത്, ഒരു ബാലികയായിട്ടുള്ള പെൺകുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ശിശുക്കൾ കള്ളം പറയുന്നത് ഇല്ല എന്ന നിയമത്തിലൊരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ ശിശുക്കൾ, ഇച്ചിലൂടെ മുതിർന്ന ശിശുക്കളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ പെൺകുട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ കള്ളം പഠിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പൊരുത്തക്കേടുകൾ ഈ കേസിൽ ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ചത്. അതെന്തുകൊണ്ടാണ് താഴത്തെ കോടതി നിരീക്ഷിക്കാതിരുന്നത് എന്നുള്ളതും സംശയാസ്പദമാണ്. ആ കോടതിയെ കുറ്റം പറയുകയല്ല. പക്ഷേ ഇച്ചിലൂടൊക്കെ ഈ പോക്സോ കേസുകളില് ഇരകളാക്കപ്പെടുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഇതിനകത്ത് പ്രതികളാക്കപ്പെടുന്നവർക്കും കുറെ അവകാശമുണ്ട്. കാരണം ഈ കേസുകൾക്കകത്ത് ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് കുറെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അന്നേരം കോടതികൾ വളരെ സൂക്ഷ്മമായി ഈ കേസുകളെ പറ്റി വിലയിരുത്തണം. ഇതിനകത്ത് കൂടുതൽ ആൾക്കാരെ പ്രതികളാക്കാനുള്ള ഒരു ട്രെൻഡ് ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. പ്രത്യേകിച്ച് അച്ഛന്മാരെ പോലും കള്ളക്കേസുകളിൽ, പോക്സോ കേസുകളിൽ പെടുത്തുന്ന ധാരാളം ഉദാഹരണങ്ങൾ കേരളത്തിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് ആ ഒരു പെൺകുട്ടിയെ പഠിത്തമുള്ള സമയത്ത് അതിന്റെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ അരിയാഹാരം കഴിക്കുന്നവർക്കൊന്നും അങ്ങോട്ട് ദഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് പത്മരാജൻ മാസ്റ്റർക്ക് പ്രാഥമികമായിട്ട് കുറച്ച് നീതി കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനെ നിരുപാധികമായി വിട്ടയക്കും. പക്ഷേ ആ മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ച ശക്തികൾ ആരാണെന്ന് കണ്ടെത്തി അവരിൽ നിന്ന് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറാകണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്.